ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ബാലുക്കിടു. അപ്പൊ ഇന്ന് നഴ്സസ് ഡേ അല്ലേ. അപ്പൊ ഈ ഇത്ര പാൻഡമിക് സിറ്റുവേഷനിലും നമുക്ക് വേണ്ടി എല്ലാ റിസ്കും എടുത്ത് നമ്മളെ കെയർ ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന എല്ലാ നഴ്സസ്മാർക്കും ഞങ്ങളുടെ ഒരു വലിയ ഹ്യൂജ് റെസ്പെക്ട് ആൻഡ് ലവ്. ഓക്കെ, അപ്പൊ ഹാപ്പി നഴ്സസ് ഡേ ടു യു ഓൾ. ഓക്കെ, അപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ മദേഴ്സ് ഡേനെ കുറിച്ച്. അപ്പൊ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ആ മദേഴ്സ് ഡേ പൊളിച്ചിട്ടുണ്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ അമ്മമാർക്ക് വേണ്ടി ഉണ്ടാക്കിയ അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചെയ്തോ അതൊന്നും കോമെന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു, ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയത്. അപ്പൊ നിങ്ങൾ അത് കാണുക. അപ്പൊ അതിനെ കുറിച്ചും കോമെന്റ് ചെയ്യാൻ മറക്കരുത്. സോ അപ്പൊ ഇന്ന് ഇപ്പൊ നിങ്ങൾ ടൈറ്റിൽ കാണുന്നത് പോലെ ഇറ്റ്സ് ടൈം ഫോർ സം ക്വിക്കി ട്രിക്സ്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു, ഞാൻ ഒരു ട്രിക്ക് പെർഫോം ചെയ്തായിരുന്നു ഒരു വീഡിയോയില്. അപ്പൊ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ കാർഡിലുണ്ടാവും. അപ്പൊ അത് നിങ്ങൾ നോക്കുക. ഓക്കെ, അതിന്റെ ഞാൻ ട്രിക്ക് റിവീൽ ചെയ്യാനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കാഴ്ച ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ നിന്നാണ് ചെയ്യാൻ പോകുന്നത്. സോ അതിനു മുമ്പ് ഞാൻ നിങ്ങൾ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിന്റെ ട്രിക്ക് മനസ്സിലായെന്ന് കോമെന്റ് ചെയ്യാൻ മറക്കരുത്. മനസ്സിലായാലും കുഴപ്പമില്ല, കോമെന്റ് ചെയ്യണമെന്നില്ല. ഓക്കെ, ഞാൻ അതിന്റെ ട്രിക്ക് റിവീൽ ചെയ്യാം. സോ അവിടേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ കുറച്ച് കാർഡ്സ് 3 പൈൽ ട്രിക്ക് എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, ഐ മൈ ട്രൈ ടു ട്രിക്ക് യു, ട്രൈ നോട്ട് ടു ബി ട്രിക്ഡ്. ഓക്കെ, ഞാൻ കാർഡ്സ് 3 പൈലായിട്ട് വെക്കാൻ പോവാ. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് കാർഡ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഏതൊരു കാർഡ് നിങ്ങളോട് സെലക്ട് ചെയ്യാൻ പറയായിരുന്നു. പക്ഷെ നിങ്ങൾ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ എന്റെ ക്യാമറമാനോട് ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറയാം. സോ ഞാനിപ്പോ തിരിഞ്ഞേക്കാൻ പോവാം. അപ്പൊ ക്യാമറമാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോ നിങ്ങളെ കാണിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഞാനും ക്യാമറമാനായിട്ട് ഒരു സെറ്റപ്പും ഇല്ല. ഉണ്ടോ? ഓക്കെ, ക്യാമറമാൻ ഇപ്പൊ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഭയങ്കര ജെന്യുവൻ. അപ്പൊ കാർഡ് ഇപ്പൊ ഞാൻ ഓരോ പൈലാണ് ചോദിക്കാൻ പോകും, ഏത് പൈലാണ്. ഓക്കെ, ഇത് ഗ്രൂപ്പ് പൈൽ നമ്പർ 1, 2, 3. ഓക്കെ, ഏത് പൈലാണ്? ഏത് പൈലായിരുന്നു? ഇത് ഫസ്റ്റ് ഗ്രൂപ്പ്. ഓക്കെ, ഓക്കെ, സോ ഞാൻ ഒന്നുകൂടെ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇത് ഈ കാർഡ് കണ്ടുപിടിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എത്രത്തോളം ഈസിയാന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇനി ഏത് പൈലാന്ന് പറയാം? ഗെയിം 1. ഓക്കെ, അപ്പോ ഇച്ചിരി ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്നു. ഒന്നുകൂടെ ട്രൈ ചെയ്തേക്കാം. അപ്പോ ഇതിന് ഞാൻ എന്റെ കാർഡ്സിനോട് തന്നെ ചോദിക്കാൻ പോകും, കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പൊ ഇതില് വളവൊക്കെ ഉണ്ട്. സോറി ഫോർ ദാറ്റ്. അപ്പൊ എനിക്ക് ഇത്ര ഇടാൻ അറിയുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ സംസാരിച്ച സമയം കളയുന്നില്ല. അപ്പൊ ഏത് റോയിലാണ് ഇപ്പൊ ഉള്ളത്? ഏത് പൈൽ? കാർഡ് കണ്ടു എന്ന് വിചാരിക്കുന്നു. പൈൽ 3. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അപ്പൊ ഇനി ഞാൻ എന്റെ ഭയങ്കര ടഫായോണ്ട് എന്റെ കാർഡ്സിനോട് തന്നെ ഞാൻ ചോദിക്കാൻ പോവാ. ഓക്കെ, ഫൈൻഡ് മൈ കാർഡ്. ഓക്കെ, CARD MY മൈ CAR ഫൈൻ. ഓക്കെ, അപ്പൊ ഞാൻ ഫൈൻഡ് മൈ കാർഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കാർഡ് ഏതാണെന്ന് ഞാൻ കാണിക്കാൻ പോവാണ്. 10 of hearts. ഇതായിരുന്നോ ക്യാമറമാൻ? ഇതായിരുന്നോ? ഓ യെസ്, ഗുഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഡോണ്ട് വറി, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ,
ഓക്കെ. അപ്പൊ ഇത് ചെയ്യേണ്ട രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നമ്മൾ ഇതില് ഞാനൊരു 21 കാർഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓഡിയൻസിനോട് പറയരുത്. അപ്പൊ ഇതിന്ന് ജസ്റ്റ് ഒരു 21 കാർഡ്സ് എന്ന പോലെ 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21. ഒരെണ്ണം എക്സ്ട്രാ ആയിപ്പോയി, മാറിപ്പോയി. പക്ഷെ ഇത് 21 ഉണ്ടായിരുന്നുള്ളൂ. സോ പൈൽ ചെയ്യുമ്പോൾ നമ്മൾ 3 പൈൽസിലാണ് ചെയ്യുന്നത്. സോ 3 into 7, അതായത് 21 കാർഡ്സ്. ഓക്കെ. അപ്പൊ ഞാൻ കാർഡ്സ് ഇങ്ങനെ, ഞാൻ ഷഫിൾഡ് ആയിട്ടുള്ള റാൻഡം കാർഡ്സ് ആണ് എടുക്കുന്നത്. ഏത് കാർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ ഇത് സെയിം ആയിരിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇപ്പൊ എനിക്ക് കാർഡ്സ് ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ ഓഡിയൻസിനെ പോലെ ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പോവാ. ലെറ്റ് ഇറ്റ് ബി ക്യൂ ഓഫ് ഹാർട്ട്സ്, ക്വീൻ ഓഫ് ഹാർട്ട്സ്. ഓക്കെ. അപ്പൊ ഇത് ഞാൻ ഏത് പൈലാന്ന് ചോദിക്കും. സോ ഇത് പൈൽ നമ്പർ 1, പൈൽ നമ്പർ 2, പൈൽ നമ്പർ 3. ഓക്കെ. അപ്പൊ ഞാൻ ഇതെല്ലാം സെയിം ആയിട്ട് വെക്കും. പിന്നെ കാർഡ്സ് പ്ലേസസ് മാറിപ്പോരുത്. അതായത് ഇത് ഫസ്റ്റ് കാർഡ്, ഇത് ചിലപ്പോൾ തേർഡിലൊന്നും വരാൻ പാടില്ല. ഇതേപോലെ സെയിം ഓർഡറിൽ ചെയ്യാം. ഓക്കെ. എന്നിട്ട് നമ്മൾ ഓഡിയൻസ് പെട്ടെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ ഈ നമ്മുടെ കാർഡുള്ള ഏത് പൈലാണോ അത് നമ്മൾ മിഡിലാക്കണം. ഓക്കെ. അപ്പോൾ ഈ തേർഡ് പൈൽ എടുത്തു, ഞാൻ ഫസ്റ്റ് വെച്ചു. അപ്പോൾ ഫസ്റ്റ് വൺ ഉള്ളത് ഞാൻ മിഡിൽ. അപ്പൊ നമ്മുടെ കാർഡുള്ള പൈൽ ഇതാ. ഓക്കെ. അപ്പൊ അവര് പെട്ടെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ സംസാരിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. അപ്പൊ ഇവിടെ ഞാനായിട്ട് എന്റെ ക്യാമറമാനായിട്ടുള്ളൂ. സോ അപ്പൊ ഞാൻ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മള് ഓഡിയൻസിനോട് അവരുടെ കാർഡ് ഏതാണെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന കാർഡ് ക്വീൻ ഓഫ് ഹാർട്ട്സ് ആണ്. ഓക്കെ. അപ്പൊ അത് ഏത് പൈലാന്ന് ഒന്നുകൂടെ ചോദിക്കും. അപ്പൊ ഫസ്റ്റ് പൈലിൽ തന്നെയാന്ന് പറയും. സോ നമ്മൾ ഇത് ഫോൾഡ് ചെയ്യും. ഓക്കെ. അപ്പൊ നമ്മുടെ കാർഡുള്ളത് പൈല് നമ്മൾ മിഡിലിൽ വെക്കണം. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ ചെയ്യാൻ പോവാ. ഓക്കെ. അപ്പൊ നമ്മൾ അവരെ നമുക്ക് മനസ്സിലായില്ല എന്ന രീതിയിൽ തന്നെ പറയണം. അപ്പൊ അവർക്കും വലിയ ഇതൊന്നും തോന്നില്ല. ഓക്കെ. അപ്പൊ അപ്പൊ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ട്രിക്ക് എന്താണെന്ന് നമുക്കറിയില്ല. റിവീൽ ചെയ്യുവാണെങ്കിൽ പോലും നമുക്ക് അതിന്റെ ട്രിക്ക് എന്താണെന്ന് അറിയില്ല. അപ്പൊ ഇതൊരു മാത്സ് റിലേറ്റഡ് ആണ്. ഓക്കെ. അപ്പൊ ഞാനപ്പോ ഇത് നമ്മൾ 3 പ്രാവശ്യം ചെയ്യണം. ഓക്കെ. അപ്പൊ ഞാൻ ഒന്നുകൂടെ അവരോട് ചോദിക്കുമ്പോൾ ഏത് പൈലാണ്. സോ അവര് പറയും 3, ക്വീൻ ഓഫ് ഹാർട്ട്സ് 3 തേർഡ് പൈലുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഇതെല്ലാം ഫോൾഡ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മനസ്സിലാവാത്ത രീതിയിൽ. അപ്പൊ എന്നിട്ട് പറയാ ഫൈൻഡ് മൈ കാർഡ് എന്ന് കാർഡ്സിനോട് തന്നെ ചോദിക്കാം. അപ്പൊ സോ ഫൈൻഡ് മൈ കാർഡ്. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺ ദി 11th കാർഡ് അവര് പറഞ്ഞ കാർഡായിരിക്കും, അവര് വിചാരിച്ച കാർഡായിരിക്കും. ഓക്കെ. അത് എങ്ങനെയാന്ന് വെച്ചാൽ എനിക്കൊന്നും അറിയില്ല. അപ്പൊ ഇതിന്റെ ഹാഫ് പ്ലസ് 1 ആണ്. ഓക്കെ. അപ്പൊ ഫൈൻഡ് മൈ കാർഡ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4 ഫൈൻഡ് MY 6, 7, 8, 9, 10. ഓക്കെ. അപ്പൊ ഫൈൻഡ് മൈ കാർഡ്. അപ്പൊ 10 കാർഡ്സ് ആയി. 11th കാർഡിലായിരിക്കും അവരുടെ വിചാരിച്ചത്. കണ്ടോ, ഇത് സിമ്പിൾ ആണെന്ന് കണ്ടില്ലേ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് ട്രിക്ക് ചെയ്യാൻ നോക്കുക. പക്ഷെ എന്നെ ട്രിക്ക് ചെയ്യരുത്, കാരണം എനിക്ക് ട്രിക്ക് അറിയാം. ഓക്കെ. അത് നിങ്ങൾ ചീറ്റിപ്പോ. അപ്പൊ ഇതേപോലെ ട്രിക്സ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ അതിനു മുമ്പേ ഞാൻ ഒരു കാര്യം പറയാം. എന്റെ എഗ്ലെസ് മയോനൈസില് ഒരു കോമെന്റ് വന്നായിരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്യു ചെയ്ത കോമെന്റ് ആയിരുന്നു. അപ്പൊ മാത്യു ഇട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ്ഗും വെച്ചൊരു മയോണൈസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നായിരുന്നു. സോ അപ്പൊ തീർച്ചയായും ഞാൻ അത് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു മാത്യു. സോ അപ്പൊ ഇതേപോലെ നിങ്ങൾ സജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഞങ്ങൾക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസോ എന്തെങ്കിലും ടിപ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർ വെൽക്കം. ഓക്കെ. അപ്പൊ നിങ്ങൾ അത് കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. സോ ദിസ് ഇസ് മാലൂക്കിഡോ സൈനിങ് ഓഫ്. ഹലോ ഗൈസ്, എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. So don't forget, be productive like a coconut.